കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചർച്ചകളാണ് എങ്ങും. തിരുവനന്തപുരത്ത് AICC നിരീക്ഷകർ കോൺഗ്രസ് MLA അഭിപ്രായം തേടിക്കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാവിലെ K. സുധാകരൻ, അതേപോലെ VM സുധീരൻ അടക്കമുള്ളവരും AICC നിരീക്ഷകരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KC വിഭാഗത്തിൻ്റെ ഒരു അവകാശവാദം ഏറ്റവും കൂടുതൽ MLA തങ്ങൾക്കൊപ്പം എന്നാണ്. അതേസമയം ഇന്ന് വൈകുന്നേരം മുതൽ പലയിടത്തായിട്ട് VD സതീശനെ അനുകൂലിച്ചുള്ള പ്രകടനങ്ങൾ അരങ്ങേറുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഉയരുന്നത്. ഘടകകക്ഷി നേതാക്കൾ ഇതിൻ്റെ അകത്ത് എന്ത് പറയും എന്നുള്ളൊരു ചർച്ച കൂടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്, മുസ്ലിം ലീഗ് ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്, അതിൻ്റെ അകത്ത് ഇടപെടേണ്ടതില്ല. ലീഗിൻ്റെ അത്തരം കാര്യങ്ങളിൽ ഞങ്ങളും ഇടപെടാറില്ല, അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാമെന്നാണ് ഇന്ന് മാത്യു കുഴൽനാടൻ അടക്കം പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ആരെയാകും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ചർച്ച അന്തരീക്ഷത്തിലുണ്ട്. അവരുടെ ഒരു നീക്കം ആർക്ക് അനുകൂലമാകും എന്നുള്ള ഏറെക്കുറെ നമുക്കും അറിയാവുന്നതാണ്. ഇതുകൂടി മുൻനിർത്തിയിട്ടാണെന്ന് തോന്നുന്നു മാത്യു കുഴൽനാടൻ അടക്കം അത്തരം പ്രതികരണം നടത്തിയത്. മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ഈ ചർച്ചയിലേക്ക് തന്നെയാണ് ആദ്യം. അജിംസ്, AICC നിരീക്ഷകർ അവിടെ യോഗം ചേരുന്നു. MLA കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഘടകകക്ഷി നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. മുമ്പ് രാജസ്ഥാനിലെ ഒരു ഇതേണക്കുള്ള കോൺഗ്രസിൻ്റെ നീക്കം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ആരാണ് മുഖ്യമന്ത്രിയായതും അവിടെ നിന്ന് വിട്ടുനിന്ന് ആരായെന്ന് പറയും. ഇപ്പോൾ വരുന്ന ചർച്ചകൾ പ്രകാരം അത്തരത്തിൽ KC മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ VD സതീശൻ സഭയിൽ പോലും ചേരാതെ വിട്ടുനിന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ആളുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നത് ആര് അധികാരത്തിൽ വരുന്നായിരുന്നു, UDF ആണോ LDF ആണോ, തുടർഭരണം ഉണ്ടാവും, ഇതൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ദാവൂദ് സാഹിബൊക്കെ പ്രഡിക്ഷൻ നടത്തിയിരുന്നല്ലോ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം. ഇതിൽ പ്രഡിക്ഷൻ നടത്താൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഹൈക്കമാൻഡിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിലുണ്ട്. പല ഘടകങ്ങൾ പരിഗണിച്ചായിരിക്കും അവർ തീരുമാനിക്കുക. ചിലപ്പോൾ ആ തീരുമാനം തെറ്റോ ശരിയൊക്കെ ആയിരിക്കാം. കേരളത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾക്കോ കോൺഗ്രസ് പ്രവർത്തകർക്കോ UDFന് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത തീരുമാനമൊക്കെ അവിടെ നിന്ന് വന്നേക്കാം. പക്ഷേ അവർ പല ഘടകങ്ങൾ നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കാമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഘടകകക്ഷികളെ കേൾക്കുന്നു. സംസ്ഥാനത്തൊരു പൊതു മൂഡ് അവർ വിലയിരുത്തും, സ്വാഭാവികമായിട്ടും വിലയിരുത്തും. MLA എന്ത് പറയുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ കൂടുതൽ MLA പിന്തുണയ്ക്കുന്നവരെ ആകും ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കുക എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ തിരഞ്ഞെടുക്കാനേ കഴിയില്ല. അതൊരു മാനദണ്ഡമായിരിക്കും. പക്ഷേ പല ഘടകങ്ങൾ നോക്കിയിട്ടായിരിക്കും അവർ തീരുമാനിക്കുക. ഞാൻ ഒരു പ്രഡിക്ഷൻ നടത്തുകയാണ്. ഞാനിപ്പോൾ ഒരു ദാവൂദ് സാഹിബ് നടത്തിയ ഒരു പ്രഡിക്ഷൻ നടത്തുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാവും. അത് മറ്റു രണ്ടുപേരും ഏതെങ്കിലും തരത്തിൽ അവർ അയോഗ്യരായതുകൊണ്ടോ അവർക്ക് MLA പിന്തുണ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് കൂടുതൽ പേരുടെ പിന്തുണ KC വേണുഗോപാലിനാണ്. തൊട്ട് താഴെ രമേശ് ചെന്നിത്തല, കൂടുതൽ MLA പിന്തുണ. മൂന്നാം സ്ഥാനത്താണ് VD സതീശനുള്ളത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ, ആളുടെ എണ്ണമൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ആ വാർത്തകൾ എത്രമാത്രം ശരിയാണ്? പുറത്ത് പറയുന്ന ആളുകൾ, ഇപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ച പല MLA KC വേണുഗോപാലിൻ്റെ പേരാണ് പറയുക. പക്ഷേ അവർ അങ്ങനെ തന്നെ ഈ നിരീക്ഷകരെടുത്ത് പോയി പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പുതുതായി മത്സരിച്ച പലർക്കും തങ്ങൾക്ക് സീറ്റ് നൽകിയത് KC വേണുഗോപാലാണെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ കാണുന്നത് ചിലപ്പോൾ KC ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ രമേശ് ചെന്നിത്തലയാകാം, അല്ലെങ്കിൽ VD സതീശനെ ആകാം. ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആണ് സിറ്റുവേഷൻ. പിന്നെ പുറത്തു വന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ അല്പം മുമ്പ് മാത്യു കുഴൽനാടൻ സംസാരിക്കുന്നത് കേട്ടല്ലോ. മുസ്ലിം ലീഗ് ഇതിൽ അഭിപ്രായം, അത് യഥാർത്ഥത്തിൽ മാത്യു ചോദിച്ചത് മുസ്ലിം ലീഗ് VD സതീശൻ്റെ പേരാണല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സാധാരണ രീതിയിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മാത്യു കുഴൽനാടൻ പോലും അത് പറയുന്നത് എന്താണ്? അതൊരു തരം ക്യാമ്പയിനിങ് ആണ്, KC വേണുഗോപാലിന് വേണ്ടിയുള്ള ക്യാമ്പയിനിങ് ആണ്. അപ്പോൾ KC വേണുഗോപാൽ സീറ്റ് നൽകി, സീറ്റ് അനുവദിച്ചത് KC ആണ്. KC ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ധാരാളം MLA ഈ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളുടെയും തലപ്പത്തുള്ള ധാരാളം ആളുകളുണ്ട്. അദ്ദേഹത്തെ വെറുപ്പിക്കേണ്ടതില്ല, അദ്ദേഹത്തെ പിണക്കേണ്ടതില്ല എന്ന് കരുതുന്നത്. കാരണം അത് ഭാവിയിൽ അവരുടെ പ്രവർത്തനത്തിനാവും, ഭാവിയിലുള്ള സീറ്റ് ലഭ്യതയ്ക്ക് തടസ്സമാകും എന്ന് കരുതിയത് പറയുന്നവരും പറയാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലൊരു കാര്യം, ഈ പുറത്ത് പറയുന്ന ആളുകൾ നിരീക്ഷകരുടെ മുമ്പിൽ എന്താണ് പറയുന്നത് നമുക്കറിയില്ല. അവരോട് എന്താണ് പറയാമെന്ന് അറിയില്ല. ചിലപ്പോൾ അവരോട് നേരെ തിരിച്ച് പറയുന്നവരുണ്ടാവും. ചിലപ്പോൾ ചെന്നിത്തലയ്ക്കോ VD സതീശന് അനുകൂലമായിട്ട് പറയുന്നവരുണ്ടാവും. ഒരു പക്ഷേ ഈ ചെന്നിത്തലയ്ക്കും VD സതീശന് അനുകൂലമായിട്ട് പറയുന്നവർ അകത്ത് പോയിട്ട് KCക്ക് അനുകൂലമായിട്ട് പറയുന്നവരുണ്ടാവും. അപ്പോൾ MLA പിന്തുണ ആണ് ഒരു പ്രഥമ പരിഗണനയായി മാറുക എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ UDFൻ്റെ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാണ്. UDFൻ്റെ ഘടകകക്ഷികൾ തന്നെ ശ്രദ്ധിക്കുക. RSP പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ ആരുടെയും പേര് പറഞ്ഞില്ല എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. അതേസമയം മുസ്ലിം ലീഗ് എന്താണ് പറയുന്നത്? ഞങ്ങൾ പാർട്ടിയിൽ ഒരാളുടെ പേര് തീരുമാനിച്ചു, അത് പോയി പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ ആ പ്രശ്നം, ആ ധർമ്മസങ്കടം പാർട്ടികളുടെയും വ്യക്തികളുടെയും നേതാക്കളുടെയും MLA ധർമ്മസങ്കടം വ്യക്തമാണ്. ഇനി
ഞാൻ എന്തുകൊണ്ട് വി ഡി സതീശൻ ആകാൻ സാധ്യത എന്ന് പറയാൻ കാരണം അത് ഒരുപാട് ടെക്നിക്കൽ കോംപ്ലക്സിറ്റീസ് ഉണ്ടാക്കും. ഒന്ന്, ഇപ്പോൾ കെ സി വേണുഗോപാലാണെന്ന് കരുതുക. കെ സി വേണുഗോപാൽ എം പി സ്ഥാനം രാജിവെക്കണം. എം പി സ്ഥാനം രാജിവെച്ച് മറ്റൊരു MLA രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. ലോക്സഭ അപ്പോൾ ലോക്സഭയിലേക്ക് നടക്കണം, അസംബ്ലിയിലേക്ക് നടക്കണം. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കെ സി വേണുഗോപാൽ രാജിവെക്കുകയാണെന്ന് കരുതുക. അത് BJPക്ക് ഒരു ലോക്സഭാ അംഗത്വം ഉണ്ടാക്കുക എന്നേ അതുകൊണ്ട് വഴിയുള്ളൂ. അവിടെ അടുത്ത ഇലക്ഷനിൽ BJP ജയിക്കും എന്നുള്ളതാണ്. കാരണം അവർ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണത്. മറ്റൊന്ന്, കോൺഗ്രസിൽ കെ സി വേണുഗോപാൽ അല്ലാതെ മറ്റാർക്കും ജയിക്കാൻ ആ സീറ്റ് പറ്റില്ല. അതിൻ്റെ നമ്മൾ അസംബ്ലി മണ്ഡലം തന്നെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം എത്ര ബുദ്ധിമുട്ടിയാണ് കോൺഗ്രസ് ഒരു നേട്ടമുണ്ടാക്കിയത് തവണയെന്ന് നമുക്ക് മനസ്സിലാവും. എന്ന് മാത്രവുമല്ല, ഇനി കെ സി വേണുഗോപാൽ മറ്റൊരു ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്നിരിക്കട്ടെ. മുമ്പ് മുരളീധരൻ വടക്കാഞ്ചേരിയിൽ മത്സരിച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി മത്സരിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ കോൺഗ്രസിന് തന്നെ ഉണ്ട്. അത്ര സെക്യൂർ ആവണമെന്നില്ല. എന്ന് മാത്രമല്ല, നമ്മൾ വെറുതെ ജനങ്ങളുമായിട്ട് സംസാരിക്കുന്ന മനുഷ്യർക്കറിയാം ആളുകളുടെ മൂഡ് എന്താണ്, ആളുകൾ ആർക്കാണ് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹത്തിൻ്റെ ക്ലെയിമിനും എന്തുണ്ട്, വാലിഡിറ്റി ഉണ്ട്. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള ഒരുപാട് പേർ പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് കീഴിലുണ്ടായിരുന്ന പലരും മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് സാധിച്ചിട്ടില്ല. അതിന് സാധിക്കാത്ത 2021 മുന്നണി തോറ്റുപോയതുകൊണ്ടാണ്, UDF തോറ്റുപോയതുകൊണ്ടാണ്. പക്ഷേ അത് രമേശ് ചെന്നിത്തലയുടെ എന്തെങ്കിലും കഴിവുകൊണ്ടാണെന്ന് കരുതുന്നതിൽ ന്യായവുമില്ല. അദ്ദേഹം ഒരു മോശം പ്രതിപക്ഷ നേതാവൊന്നും ആയിരുന്നില്ല. നിരവധി അഴിമതി ആരോപണങ്ങൾ ആ സർക്കാരിനെതിരെ കൊണ്ടുവന്ന് ആ സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. വേണ്ടത്ര പിന്തുണ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് കിട്ടിയെന്നുള്ളതൊക്കെ വേറൊരു കാര്യം. പക്ഷേ അദ്ദേഹം ഒരു മോശം പ്രതിപക്ഷ നേതാവൊന്നും ആയിരുന്നില്ല. കോവിഡിൻ്റെ ഒക്കെ ഒരു സമയത്ത് ഒരു തുടർഭരണം ഉണ്ടായി. അദ്ദേഹം ഒരു ദൗർഭാഗ്യവാനായ പ്രതിപക്ഷ നേതാവായിപ്പോയി എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിനും അതിന് സാധ്യതയുണ്ട്. പക്ഷേ കൂടുതൽ സാധ്യതയുള്ളത് വി ഡി സതീശൻ തന്നെയാണ്. കാരണം അത് ഒരു പൊതു മൂഡ് അങ്ങനെയാണ്. ആ പൊതുമൂഡിന് വിരുദ്ധമായൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. ഇനി അങ്ങനെ അല്ലാതെ സംഭവിക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ പ്രതീക്ഷ മാത്രമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഒന്ന്, ഈ പൊതുമൂഡ്, അതുപോലെ ഘടകകക്ഷികളുടെ അഭിപ്രായം, MLA മാരുടെ അഭിപ്രായം, ഇതൊക്കെ കേട്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുമായിരിക്കും. മറിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വി ഡി സതീശനല്ലാതെ മറ്റൊരാളെ കൊണ്ടുവരാൻ, കെ സി രമേശിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ഹൈക്കമാൻഡിന് മുന്നിലും മുന്നനുഭവങ്ങളുണ്ട്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചത് മധ്യപ്രദേശിൽ ഒരു ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി ജ്യോതിരാദിത്യ സിന്ധ്യ മുന്നിട്ടിറങ്ങി. അവസാനം സിന്ധ്യ മുഖ്യമന്ത്രിയാക്കിയില്ല, കമൽനാഥിനെ ആക്കി. പിന്നീട് മധ്യപ്രദേശ് എന്തായി നമുക്കറിയാം. രാജസ്ഥാനിൽ സംഭവിച്ചത് സച്ചിൻ പൈലറ്റിന് പകരം അശോക് ഗെഹ്ലോത്തിനെ കൊണ്ടുവന്നു. അപ്പോൾ പ്രവർത്തകരുടെ പൾസ്, പൊതുജനങ്ങളുടെ പൾസ്, വോട്ട് ചെയ്ത ആളുകളുടെ അഭിപ്രായം, ഇതൊക്കെ ഹൈക്കമാൻഡ് പരിഗണിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, ദാസ് സാഹിബ്, ഇതിൽ അജിംസ് പറയുന്നുണ്ട് ഒരു പൊതുമൂടിനെ കൂടിയിട്ട് AICC അല്ലെ ഹൈക്കമാൻഡ് പരിഗണിക്കും എന്നുള്ളത്. നമുക്കറിയാം കേരളത്തിൽ മുമ്പ് CPM ഇത് കണക്ക് VS-നായിട്ട് വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഉയരുകയും VS-നെ മത്സരിപ്പിക്കേണ്ട ഒരു അവസ്ഥയും വന്നത്. പക്ഷേ അതൊരു പാർട്ടിക്കുള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ MLA-മാരെ പിന്തുണക്കുന്ന ഒരാളെ മാറ്റിയിട്ട് പൊതുമൂടിനെ പരിഗണിക്കുന്ന ഒരു അന്തരീക്ഷം കോൺഗ്രസിൻ്റെ അകത്തുണ്ടോ? അതോ ഇതിന് പകരം KCക്ക് പകരം രമേശ് ചെന്നിത്തലയെ, എന്നാൽ പിന്നെ സതീശനെ എങ്ങനെയും വെട്ടാവുന്ന രീതിയിൽ രമേശിനെ ആക്കുക എന്നുള്ളൊരു ഫോർമുല കൂടിയിട്ട് മുന്നോട്ട് വെക്കാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം സികേഷ് പറഞ്ഞു തന്നെയാണ്. ഇപ്പോൾ VS-ൻ്റെ ആ ഉദാഹരണം പറഞ്ഞല്ലോ. VS-മായി ബന്ധപ്പെട്ട അന്നെന്താണ് പാർട്ടി തീരുമാനിക്കുന്നത്? VS മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അന്ന് CPM-ൽ കമ്മിറ്റികളാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇവിടെ ലെജിസ്ലേറ്റീവ് പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുന്നത് പോലെ അന്നത്തെ കമ്മിറ്റി എടുക്കുക. കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം എന്തായിരുന്നു? VS മത്സരിക്കേണ്ട എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ എന്താണ്, അപ്പോൾ സാങ്കേതികമായി പാർട്ടി ശരിയാണ്, പക്ഷേ ആക്ച്വലി പാർട്ടി ശരിയാവുന്നില്ല. ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. അതും CPM പോലെയുള്ളൊരു പാർട്ടി, ഒരു കാഡർ പാർട്ടിയുടെ പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു. വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. അതൊരു ഒരു ടെലിവൈസ്ഡ് കാൻഡിഡേച്ചർ എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് VS അച്യുതാനന്ദൻ്റെ കാൻഡിഡേച്ചർ മാറുകയാണ്. CPM-ന് അത് വഴങ്ങേണ്ടി വന്നു. CPM പോലുള്ളൊരു പാർട്ടിക്ക് അത് വഴങ്ങേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? പോപ്പുലർ മാൻഡേറ്റ് ആർക്കാണ്? VS-നാണ്. അത് മനസ്സിലാക്കാൻ, ആ സിഗ്നൽ സ്വീകരിക്കാനുള്ള ആൻറ്റിന് അന്നത്തെ ലീഡർഷിപ്പ് ഉണ്ടായെന്നുള്ളതാണ്. അവരത് മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനമെടുത്തു. പാർട്ടി വിജയത്തിലേക്ക് പോയി. നമുക്ക് ഇവിടെ അത് തന്നെയാണ്. ഇപ്പോൾ ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ ആർക്കാണ് ഭൂരിപക്ഷം, എത്ര MLA-മാർ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് സാങ്കേതികമായ കാര്യമാണ്. ഒരുപക്ഷെ ചിലപ്പോൾ അത് വി ഡി സതീശന് അവിടെ കുറവായിരിക്കാം, നമുക്കറിയില്ല. മാധ്യമവാർത്തകൾ പ്രകാരം അദ്ദേഹത്തിന് കുറവാണ്. പക്ഷേ ഒരു പബ്ലിക്, അജിംസ് പറഞ്ഞ ഒരു പബ്ലിക് മൂഡ് എന്താണ്, പോപ്പുലർ മാൻഡേറ്റ് എന്താണ്, അതെല്ലാവർക്കും അറിയാം. വി ഡി സതീശനാണ് ഈ പോരാട്ടം നയിച്ചത്. കഴിഞ്ഞ 5 വർഷം ഇതിന് മുന്നിൽ നിന്നത് അദ്ദേഹമാണ്. ടീം UDF എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നു. ഓരോ തിരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം നടത്തുന്നു, ഗംഭീരമായിട്ട് വിജയിച്ച് പോരുന്നു. അപ്പോൾ അത്
എങ്ങനെ സാധ്യമായി വിവിധ സാമൂഹിക വിഭാഗങ്ങളെ, ഇടതുപക്ഷത്ത് തന്നെയുള്ള ആളുകളെ, ഒരു ബ്രോഡർ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ, അവരെയൊക്കെ യു ഡി എഫിലേക്ക് അടുപ്പിക്കുന്നതിലും ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിലും വി ഡി സതീശൻ വഹിച്ച പങ്ക് രാഷ്ട്രീയം നോക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഈ പബ്ലിക് മൂഡ് അല്ലെങ്കിൽ പോപ്പുലർ മാൻഡേറ്റ് ആർക്കാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയും ലീഡർഷിപ്പിനുണ്ടാകണം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്, പബ്ലിക് മൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളാണ് ലീഡർഷിപ്പ്. ഇതിൻ്റെ അർത്ഥം പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല ഈ പണിക്ക് യോഗ്യനല്ല, കെ സി വേണുഗോപാൽ യോഗ്യനല്ല എന്നുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്ത് യോഗ്യരായ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കെ മുരളീധരൻ ഈ പണിക്ക് ഗംഭീരമായ യോഗ്യനായ ആളാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ലിസ്റ്റിൽ വരാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം ക്ലെയിം ചെയ്യുന്നില്ല. ഈ ലീഗിൽ, ഈ ടീമിൽ നിശ്ചയമായിട്ട് ഉൾപ്പെടുത്താവുന്ന പേരാണ് കെ മുരളീധരൻ്റെത്. കാരണം അദ്ദേഹത്തിന് അതിനുള്ള പ്രാപ്തിയുണ്ട്, ശേഷിയുണ്ട്, കേരളത്തിന് ആവശ്യമുള്ള ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ കോൺഗ്രസ് ആ നിലയ്ക്ക് സമ്പന്നമായുള്ളൊരു പാർട്ടിയാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ എന്താണ് ജനങ്ങളുടെ മാൻഡേറ്റ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക എന്നത് ലീഡർഷിപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർക്കത് സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ അവർ പരാജയമാണെന്നുള്ളതാണ്. അതിന് അനുഭവങ്ങൾ കോൺഗ്രസ്സിനുണ്ട്. ഇപ്പോൾ അജിംസ് കമൽനാഥിൻ്റെ കാര്യം പറഞ്ഞു, ഗെഹ്ലോട്ടിനെ രാജസ്ഥാനിൽ കൊണ്ടുവന്നതിൻ്റെ കാര്യം, ആന്ധ്രയിൽ റോസയ്യെ കൊണ്ടുവന്ന ഓർമ്മയില്ലേ? അതിനുശേഷം പാർട്ടി അവിടെ അധികാരത്തിൽ വന്നിട്ടില്ല, മനസ്സിലാക്കണം. ആ തൂഫാന ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ദുർഗം എന്ന് പറയുന്ന സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ്. ആ വയസ്സാം കാലത്ത് റോസയ്യെ പിടിച്ച് നമ്മൾ ആൻ്റണിയൊക്കെയാണ് അതിന് പിറകിൽ പ്രവർത്തിച്ചതെന്നാണ് പറയുന്നത്. ഇതിലും ആൻ്റണിയുടെ അഭിപ്രായം കേൾക്കുമായിരിക്കും. റോസയ്യ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഉണ്ടായി, പക്ഷേ പിന്നെ പാർട്ടി അവിടെ ഉണ്ടായിട്ടില്ല. അത് മനസ്സിലാക്കണം. അത് എന്തുകൊണ്ടാണ് ഈ പൾസ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രധാനം. സ്വന്തം പ്രവർത്തകരുടെ മാത്രമല്ല, വോട്ട് ചെയ്ത മനുഷ്യരുണ്ടല്ലോ, അവരുടെയും പൾസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങളുണ്ടാക്കും. എന്ന് വെച്ചാൽ ഈ 5 വർഷം കോൺഗ്രസ് ഭരിക്കില്ലെന്നോ, ആരെ മുഖ്യമന്ത്രിയാക്കിയാലും വളരെ സ്വസ്ഥമായി ഭരിക്കാനുള്ള ടാലി അവർക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പാർട്ടി ഉണ്ടാവുക, ദീർഘകാലത്തേക്കുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അത് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ. ഇനി കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടെടുക്കുക. അദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങി വന്ന അദ്ദേഹം അഖിലേന്ത്യ എന്താണ് സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടി AICC പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായ പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് എന്തെടുക്കണം? അദ്ദേഹം ആദ്യം ഒരു അസംബ്ലി ഇലക്ഷൻ മത്സരിച്ച് ജയിക്കണം. സികേഷ്, ഒരു കാര്യം ഓർക്കുക, MK സ്റ്റാലിൻ എന്ന് പറയുന്ന ഈ സൗത്ത് ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും ഗംഭീരനായ ഒരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ ഹോം ടർഫിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ, അദ്ദേഹം ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന കൊളത്തൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് അവിടുത്തെ മനുഷ്യർ തോൽപ്പിച്ചത്. മനസ്സിലാക്കണത് ഇതാണ് മനുഷ്യർ. പിണറായി വിജയൻ ഇരട്ട ചങ്കൻ ക്യാപ്റ്റൻ, ആ മനുഷ്യന് 6 റൗണ്ടാണ് അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന പയ്യനോട് തോറ്റ് പിറകിൽ പോയത്. ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന മനുഷ്യരുണ്ട്, ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന വോട്ടർമാരുണ്ട്. അപ്പോൾ ഈ പണിക്ക് അജിംസ് പറഞ്ഞ വടക്കാഞ്ചേരിയിൽ മുരളീധരൻ്റെ അനുഭവമുണ്ട്. ഇങ്ങനെ ഒരനുഭവം, ഇങ്ങനൊരു റിസ്കിന് നിൽക്കണോ എന്ന് ആലോചിക്കേണ്ടത് ആരാണ്? കെ സി വേണുഗോപാലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അങ്ങനെ സംഭവിക്കാമെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരിക്കും അത്. പിന്നെ ജനങ്ങൾ ചോദിക്കില്ല, എന്തിനാണ് ഈ 2 തെരഞ്ഞെടുപ്പുകൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത് എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിനെന്ത് മറുപടി അറിയും? മറുപടി ഒരു ക്യാപ്സ്യൂൾ കണ്ടുവെക്കണ്ടേ? അദ്ദേഹം ഒന്നിൽ ഇരിക്കൂർ അല്ലെങ്കിൽ ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇരിക്കൂറിലാണ് ഇലക്ഷൻ വരുന്നത്, ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്, അതിൽ ആലപ്പുഴയിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പം ആളുകൾ ചോദിക്കുമല്ലോ, ആദ്യത്തെ ചോദ്യം ഇതായിരിക്കുമല്ലോ, എന്തിന് ഈ തെരഞ്ഞെടുപ്പ്? അത് കഴിഞ്ഞ് പിന്നെ ആലപ്പുഴ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് വരുമല്ലോ, അപ്പോഴും ജനങ്ങൾ ചോദിക്കുമല്ലോ, പാർട്ടി എന്ത് മറുപടി പറയും? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഒന്ന് പാർട്ടിക്ക് മാത്രമല്ല, കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആളുടെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ അദ്ദേഹം അനാവശ്യമായ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പോപ്പുലർ മാൻഡേറ്റ് എന്താണെന്ന് സാമാന്യമായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനനുസരിച്ച് തന്നെ പാർട്ടി പോകുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ മുമ്പൊക്കെ ആണെങ്കിൽ കോൺഗ്രസ് സർവ്വപ്രതാപിയായിട്ട് വായുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്ത ഡൺ, അങ്ങനെയായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ദുർബലമായത്. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരാൾ എങ്ങനെ അപ്പുറത്ത് നിൽക്കുന്നു ചോദിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. എന്തുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ ഉണ്ടായി? ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ കോൺഗ്രസ്സിന് മുന്നിലുണ്ട്.
അതിനനുസരിച്ച് അവർ പോകുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൽ ഇപ്പം മാത്യു കുഴൽനാടൻ പറഞ്ഞൊരു അഭിപ്രായം അതിനെക്കുറിച്ച് കൂടി കമൻറ്റ് ചെയ്യണം. മാത്യു കുഴൽനാട് എന്ന് പറഞ്ഞത് ഇത് ലീഗ് ഇതിൽ അഭിപ്രായം പറയണ്ട, ഞങ്ങൾ ലീഗിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാറുള്ളത്. നമ്മൾ പെട്ടെന്ന് ശരിയാണല്ലോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മാത്യു കുഴൽനാടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലീഗ് ഇതിൽ അഭിപ്രായം പറയേണ്ടതാണെന്നാണ് അങ്ങേരുടെ അഭിപ്രായമെങ്കിൽ എന്തിനാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടിയെ പിന്നെ ഇന്ദിരാഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്? വലിയ തമാശയാണല്ലോ. ഈ അഖിലേന്ത്യാ നേതാക്കന്മാർ ഇവിടെ വന്നിട്ട് ഷിബി ബേബി ജോൺ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറയുന്നു, മറ്റേ PJ ജോസഫിനെ ഇങ്ങോട്ട് വാന്ന് പറയുന്നു, കുഞ്ഞാലിക്കുട്ടിയോട് ഇങ്ങോട്ട് വാന്ന് പറയുന്നു, കുഴൽനാട് മൂവാറ്റുപുഴയിൽ ഇരുന്നിട്ട് പറയുകയാണ് ലീഗ് ഇതിൽ അഭിപ്രായം പറയേണ്ട. എന്ത് മടയത്തിനാണ് ഈ മനുഷ്യൻ പറയുന്നത്? ശരിയാണ്, ഒരു പാർട്ടിയുടെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ തീരുമാനിക്കേണ്ട ആ പാർട്ടിയാണ്. ഓക്കെ, അങ്ങനെ അവർ തീരുമാനിക്കുകയാണെങ്കിൽ ഫൈൻ ആൻഡ് ഡൺ. പക്ഷേ ഇത് ഈ മാത്യു കുഴൽനാടിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വന്ന് തിരുവനന്തപുരത്ത് തമ്പടിച്ചിട്ട് സർവ്വ ഘടകകക്ഷി നേതാക്കളെയും വിളിച്ചു വരുത്തി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടതെന്ന് പറയുന്നതിൽ അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. UDF എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ ഓക്കെ, എല്ലാ പാർട്ടികളുടെയും എല്ലാ പാർട്ടികളുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം അറിയുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് നല്ല കാര്യമാണ്. സാങ്കേതികമായി കോൺഗ്രസ്സാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇത് അഖിലേന്ത്യാ നേതാക്കന്മാർ ഈ അഭിപ്രായം എടുക്കുക, മാത്യു കുഴൽനാടൻ നേരെ തിരിച്ച് പറയുക. ഇനി വേറൊരു കാര്യം, മുസ്ലിം ലീഗ് അഭിപ്രായം പറയേണ്ടെന്നാണല്ലോ മാത്യു കുഴൽനാടൻ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായരും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം മാത്യു കുഴൽനാടൻ മിണ്ടുന്നില്ലല്ലോ. നന്ന് ചുരുങ്ങിയത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDFിലൊരു ഘടകകക്ഷിയാണ്. അവരഭിപ്രായം പറയുന്നതിന് വിമർശിക്കാം. പക്ഷേ അപ്പുറത്ത് ഇതിലൊന്നും ഈ ബിസിനസ്സിൽ ഒരു സ്റ്റേക്കും ഇല്ലാത്ത ഇവിടുത്തെ സമുദായ പാർട്ടി നേതാക്കന്മാർ അഭിപ്രായം പറയുകയാണ്, ആരാണ് മുഖ്യമന്ത്രിയാണ് അഭിപ്രായം. അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു നിലപാടുമില്ല. ഈ UDF അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് ആർക്ക് കൊടുക്കണമെന്ന് ആരാ അഭിപ്രായം പറയുന്നത് അറിയോ? V മുരളീധരനാണ്, അവർ BJPയുടെ നേതാവ്. അതിനെക്കുറിച്ച് മാത്യു കുഴൽനാടൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ. വളരെ പൊടുന്നനെ മുസ്ലിം ലീഗ് അതിൽ അഭിപ്രായം പറയേണ്ട എന്ന ഒരു അഭിപ്രായം, ഒരു പരസ്യ പ്രസ്താവനയുമായിട്ട് മാത്യു കുഴൽനാടൻ വരുന്നത് അത് അത്ര നിഷ്കളങ്കമായ കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. അതിനകത്ത് വേറെ ചില ദുസ്സൂചനകളുണ്ട്, വേറെ ചില രാഷ്ട്രീയമുണ്ട്. അതും കൂടെ തിരിച്ചറിയും. KCയുടെ കാര്യത്തിൽ ഇപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് KC ഇത്ര റിസ്ക് എടുക്കുന്നത് എന്നൊരു ചോദ്യം ന്യായമാണല്ലോ. അദ്ദേഹം അത്രയും വലിയ നേതാവാണ്, അദ്ദേഹത്തിന് അറിയില്ല ഇങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു AICC ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് സ്വന്തം ഹോം ടർഫിൽ എത്ര പിന്തുണയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കെ തനിക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ ആളുകളുണ്ട്. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരാളല്ല, വെറുതെ ഇരിക്കുന്നപ്പോൾ അങ്ങനത്തെ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ, വക്താക്കളും സെക്രട്ടറിമാരൊക്കെ ആയിട്ട്. അവർ ഏതെങ്കിലും സീറ്റിൽ പോയി നിന്ന് ജയിക്കുക പോലും ഇല്ല. അങ്ങനെയല്ല, എനിക്ക് അവിടെ ആളുണ്ട് എന്ന് ഹൈക്കമാൻഡിനെ തെളിയിക്കാൻ വേണ്ടിയാണോ എന്നുകൂടി ഞാൻ സംശയിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഈ ജോണി യൂക്കോസായിട്ട് മനോരമ നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ പേര് അതിൽ നിന്ന് മൈനസ് ചെയ്ത് വെക്കും മുഖ്യമന്ത്രി. അങ്ങനെ തുറന്നു പറഞ്ഞ ആളാണ് മുമ്പ്. ഇപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അണികൾ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ അടുത്ത് തനിക്ക് കേരളത്തിൽ വലിയ സപ്പോർട്ടുണ്ട് എന്ന് കാണിക്കുക കൂടിയായിരിക്കും ഒരു ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യെസ്, എന്തായാലും ഈ കേരളത്തിൻ്റെ ഒരു പൊതുമൂഡ് അത് സതീഷിന് അനുകൂലമാണെന്നാണ് നമുക്ക് കിട്ടുന്നൊക്കെ റിപ്പോർട്ടുകൾ. അതിന് ഹൈക്കമാൻഡും ഈ AICC നിരീക്ഷകരും ഒക്കെ വിലവെക്കുമോ അതോ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് കേരളത്തെ വലിച്ചിഴക്കുമോ എന്നാണ് അറിയാനുള്ള. ഞായറാഴ്ചയോടെ അത് അറിയാനായേക്കും എന്നാണ്.